നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ISL ഏറെ കോലാഹലത്തിന് ശേഷം വളരെ വൈകി ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 കളി നടന്നു. 2ലും കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു. ഒന്ന് കൊൽക്കത്തയിൽ മോഹൻ ബഗാനോടും മറ്റൊന്ന് ഹോം മാച്ചിൽ മുംബൈ FCയോടുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. തീർത്തും മോശം കളിയായിരുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ അത്രയധികം പ്രതീക്ഷാനിർഭരമായ ഒരു കളിയുമായിരുന്നില്ല. തോൽക്കുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. അത് പിന്നെ കളിയെ സംബന്ധിച്ചിടത്തോളം തോൽവിയും ജയം ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെ തോൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല പറയുന്നത് തോറ്റു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എൻ്റെ ടീം, എൻ്റെ കുട്ടികൾ നന്നായി കളിക്കുന്നുണ്ട്, മെച്ചപ്പെട്ട് കളിക്കുന്നുണ്ട്, ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, അത് സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും, അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ ഡേവിഡ് കറ്റാല പറയുന്നുണ്ട്. വളരെ ഫാക്ച്വലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഭയങ്കര കളിയാണ് അല്ലെങ്കിൽ എൻ്റെ ടീം മികച്ച ടീമാണ് എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പരിമിതികളുണ്ട്, ഞങ്ങളെക്കാൾ മികച്ച ടീമുകളുണ്ട്, ഞങ്ങളുടെ കളി കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ തന്നെയാണ് കറ്റാല പറയുന്നത്. ഈ ഇപ്പോഴത്തെ നിലവിൽ കറ്റാല ട്രെയിൻ ചെയ്യുന്ന ഈ ടീമിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയാവുന്നത്, ഒന്ന് ആക്രമണ ഗെയിമല്ല, അറ്റാക്കിംഗ് ഗെയിമല്ല. ബ്ലാസ്റ്റേഴ്സ് ഈ 2 കളിയിലും സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി ഡിഫെൻസീവ് ഗെയിമാണ്, പ്രതിരോധ ഒരു കളി ശൈലിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ 2 കളിയിലും തുടർന്നത്. അതാണ് കറ്റാല പരിശീലിപ്പിക്കുന്ന ഈ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുന്നത്. അതാണ് നിരന്തരം ആക്രമിച്ച് കളിക്കുക. ഫുട്ബോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ബ്രസീലിനെയൊക്കെ കണ്ടിട്ടില്ലേ, നിരന്തരം ആക്രമിച്ച് കളിക്കും, ആക്രമണമാണ്. അത് ഇങ്ങോട്ട് 4 ഗോൾ കിട്ടി അങ്ങോട്ട് 6 ഗോൾ അടിക്കുക എന്നുള്ള ഒരു ശൈലി, ആ ഒരു ശൈലിയിൽ കളിക്കുന്ന എത്രയോ ടീമുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ കളിയും രസമാണ്, അവരോടുള്ള ആരാധകർക്ക് കൂടുതൽ ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നാൻ കാരണമാകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ അറ്റാക്കിംഗ് ഗെയിം. അറ്റാക്കിംഗ് ഗെയിം സ്വാഭാവികമായിട്ടും വലിയ ഇഷ്ടമുള്ള ആളുകളുണ്ട്. ഡിഫൻസ് ഗെയിം ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ലോകത്ത് ഇറ്റലിയൊക്കെ പോലെയുള്ള ടീം, ഇറ്റലി ഈ ഡിഫൻസ് ഗെയിം മാത്രം കളിച്ച് 2006 ലോകകപ്പ് എടുത്തു, അത് മറ്റൊരു കാര്യം. അതിൽ പോലും ഒരു ആർട്ട് ഉണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു സർഗാത്മകത ഉണ്ടായിരുന്നു ഇറ്റലിയുടെ ആ ഡിഫൻസീവ് ഗെയിമിൽ പോലും. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് ഗെയിമിനെ മുൻനിർത്തിയാണ് കളിക്കുന്നതെങ്കിൽ മികച്ച ഡിഫൻഡേഴ്സ് വേണം, മികച്ച ഡിഫൻസ് വേണം, മികച്ച പ്രതിരോധം വേണം. എന്നാൽ അതില്ല. കറ്റാല തന്നെ പറയുന്നുണ്ട്, കോച്ച് കറ്റാല തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിരോധം കുറേ കൂടി മെച്ചപ്പെടണം. അങ്ങനെ മെച്ചപ്പെടേണ്ട ഒരു പ്രതിരോധമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രതിരോധാത്മക ശൈലി സ്വീകരിക്കുന്നത്? നിങ്ങൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിക്കൂടെ, കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയിക്കൂടെ, കുറച്ചും കൂടി ആക്രമണ ഫുട്ബോൾ കളിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ തോറ്റാലും 2 ഗോൾ അടിച്ചിട്ടാണ് തോൽക്കുന്നതെങ്കിൽ പോലും ആരാധകർ കുറേ കൂടി പൊറുക്കും. തോറ്റോട്ടെ, പക്ഷേ ഞങ്ങളുടെ ടീം എന്ത് ഗംഭീരമായിട്ടാണ് കളിക്കുന്നത്, എന്ത് അറ്റാക്കിംഗ് ആണ് എന്ന നിലയിലേക്ക് ആരാധകർക്ക് ആശ്വാസമുണ്ടായാലും. ഇതിപ്പോൾ വർഷം കുറേയായി ആരാധകർ ഇങ്ങനെ ഏത് സാഹചര്യത്തിലും ടീമിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ടീം അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല പലപ്പോഴും. തുടക്ക സീസണുകളിലൊക്കെ കുറേ അധികം ഭേദമായിരുന്നു, 2 തവണ ഫൈനലിലെത്തി. പക്ഷേ ചാമ്പ്യന്മാരാകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ഇത്തവണത്തെ വലിയ പ്രതീക്ഷയോടെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സൂപ്പർ കപ്പിലൊക്കെ മെച്ചപ്പെട്ട കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇത്തവണ ISL കുറേ കൂടി മെച്ചപ്പെട്ട കളി കളിക്കും, തങ്ങളുടെ ടീം ചാമ്പ്യന്മാരാകുമെന്ന പ്രതീക്ഷയോടൊക്കെ ഇരുന്ന ബ്ലാസ്റ്റേഴ്സിനെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തുടക്കത്തിൽ തന്നെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് വരുന്നത്. റിസൾട്ട് മാത്രമല്ല, ആ ഒരു കളി ശൈലി പോലും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതല്ല. ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഫുട്ബോൾ കളിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഫുട്ബോൾ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജയിക്കൂ. അതും ചെയ്യുന്നില്ല, ജയിക്കുന്നുമില്ല, ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒന്നും ഉണ്ടാകുന്നുമില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ ഇത്തവണത്തെ ISL വലിയ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. നടക്കുമെന്നതിന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ വലിയ പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലുമാണ് അവസാനം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് ISL നടത്താൻ തീരുമാനിക്കുക. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്.
അപ്പോൾ ഈ ഒരു ആശങ്ക നിലനിന്നിരുന്നു കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച അഡ്രിയാൻ ലൂണ അടക്കം, കഴിഞ്ഞ തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിരുന്ന അഡ്രിയാൻ ലൂണ അടക്കം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി. പിന്നീട് അവർക്ക് പകരം കൊണ്ടുവന്ന വിദേശ താരങ്ങൾ ആ നിലവാരത്തിലുള്ളതല്ല. ഒരുപക്ഷെ അതിൽ കെവിൻ യോക്ക് മാത്രമാണ് മെച്ചപ്പെട്ട കളി കളിക്കുന്നത്. ബാക്കി എല്ലാവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. 2 കളി കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കളികളുണ്ട്. കുറച്ച് ദീർഘമായ ഒരു ലീഗാണ്, അതുകൊണ്ട് തന്നെ ഇനിയും കളികൾ ഉണ്ട്. അങ്ങനെ നിരാശപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാനുള്ള ഒരുപാട് സമയമുണ്ട്, അവസരങ്ങളുണ്ട്. അത് തന്നെയാണ് കറ്റാല ഉദ്ദേശിക്കുന്നതും. കുറേ കൂടി മെച്ചപ്പെടുത്തി നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മെച്ചപ്പെട്ട കളി കാഴ്ചവെച്ച് കുറേ കൂടി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് കറ്റാല കരുതുന്നത്. പക്ഷേ ഈ കളിയോടുള്ള ഒരു സമീപനം കണ്ടിട്ട് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് നിരാശപ്പെടുത്തുമോ എന്ന ആശങ്ക ആരാധകർക്ക് നല്ലപോലെ ഉണ്ട്. ആരാധകരെ നമ്മൾ ഏത് കാലത്തും ടീമിനെ, ക്ലബിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആരാധകരെ കൂടി ഇല്ലാതായാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പണി തീരും. ബ്ലാസ്റ്റേഴ്സിന് പിന്നെ എടുക്കാനും പിടിക്കാനും ഇല്ലാത്ത നിലയിലാവും. അത് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആരാധകരാണ്. അത്രമാത്രം ഗംഭീരമായ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. എല്ലാ കാലത്തും കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തുന്ന വലിയ പങ്ക് ഈ ആരാധകർക്കാണ് താൻ. ഇന്ത്യയിലെ മറ്റ് ടീമുകളൊക്കെ വലിയ അസൂയയോടെ കേരളത്തെ ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ നോക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് പിന്നെ ഒരുപാട് ആരാധകർ, ഏത് കളിയിലും സ്റ്റേഡിയങ്ങൾ നിറഞ്ഞ് കവിയുന്ന മഞ്ഞപ്പട, എവിടെയും മഞ്ഞ നിറം മാത്രം കാണും. നമ്മളെപ്പോഴും കൊച്ചിയിലൊക്കെ കളികൾ നടക്കുമ്പോൾ മഞ്ഞക്കടലാണ്. അത്രമാത്രം ആരാധകരാണ്, ലക്ഷക്കണക്കിന് ആരാധകരാണ്. ആ ആരാധകർ ഈ എത്ര മോശമായി കളിക്കുമ്പോഴും ടീമിനൊപ്പം നിൽക്കുന്നു എന്നത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഇത് ഏത് സാഹചര്യത്തിലായാലും എന്ത് മോശം കളി കളിച്ചാലും ആരാധകർ കൂടി ഉണ്ടാകും എന്ന് കരുതരുത്. അതൊരു മണ്ടത്തരാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടാ. ഇപ്പോൾ കേരളത്തിന് പുറത്ത് കളി നടക്കുമ്പോൾ പോലും ഗാലറികളിൽ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോലും കളി നടക്കുമ്പോൾ പോലും ഗാലറികളിൽ നമ്മൾ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ആരാധകരെ കാണാം. മഞ്ഞ ജേഴ്സിയൊക്കെ ഇട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുട്ടിയൊക്കെ പിടിച്ചു വന്ന് ആവേശത്തോടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരെ നമുക്ക് കാണാം. ആ ആരാധകരെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, കേരളത്തിന് സ്വന്തമായ ഒരു ടീമുണ്ട്, ആ ടീമിനെ എപ്പോഴും കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, അത് ചെറിയ കാര്യമല്ല. ഏത് ക്ലബിൻ്റെയും ശക്തി, ഇപ്പം നമ്മൾ യൂറോപ്യൻ ലീഗുകളിൽ നോക്കിയാൽ മതി, പിന്നെ മറ്റേത് ലീഗിൽ നോക്കിയാലും ആരാധകരാണ് ടീമുകളുടെ ശക്തി. അവർ കൂട്ടത്തോടെ വരുന്നത് കൊണ്ടാണ് കളികളെ ജയിക്കുന്നത് മാത്രമല്ല ക്ലബിന് കരുത്തായിട്ട് മാറുന്നത്. ലോകത്തെവിടെയും അങ്ങനെയാണ്. അപ്പോൾ ആ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകരുത്. നിങ്ങൾ ജയിക്കുകയോ തോൽക്കുകയോ എന്തും ചെയ്യൂ, പക്ഷേ തൃപ്തിപ്പെടുത്തുന്ന ഒരു കളി കളിക്കൂ, മികച്ച കളി കളിക്കൂ, ആക്രമണോത്സുകമായ കളി കളിക്കൂ, ആക്രമിച്ച് കളിക്കൂ, നിരന്തരം അറ്റാക്ക് ചെയ്യൂ, എതിർ ഗോൾ മുഖത്തെ വിറപ്പിക്കൂ. അങ്ങനെ ഒരു കളി കളിക്കൂ. ഇനി ഡിഫൻസീവ് ഗെയിമാണ് നിങ്ങളുടെ കോച്ച് താല്പര്യപ്പെടുന്നെങ്കിൽ അതിൽ പോലും ഒരു ആർട്ടുണ്ട്, ഒരു ക്രിയാത്മകമായ, സർഗാത്മകമായ ഒരു ഡിഫൻസീവ് ഗെയിം നിങ്ങൾ കളിക്കൂ. അപ്പോഴും കോച്ച് പറയുന്നത് ഞങ്ങളുടെ പ്രതിരോധം അത്ര മെച്ചപ്പെട്ട് കളിക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. അതേസമയം നിങ്ങളുടെ എല്ലാ പരിമിതികളെയും മറന്നുകൊണ്ട് നിരന്തരം ആക്രമിച്ച് കളിക്കുന്നു. ഇങ്ങോട്ട് 4 ഗോൾ കിട്ടിയാലും 2 ഗോളെങ്കിലും തിരിച്ചടിക്കുന്ന നിലയിലേക്ക് മികച്ച കളി കളിക്കുകയാണെങ്കിൽ പോലും ആരാധകർക്ക് ആശ്വാസം ഉണ്ടായേനെ. കുറച്ച് ഗോൾ അടിച്ചിട്ടാണ് തോൽക്കുന്നതെങ്കിൽ പോലും ആരാധകർക്ക് ആശ്വാസം ഉണ്ടായേനെ. ഇതൊന്നുമില്ല, ഇങ്ങോട്ട് വാങ്ങൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 കളിയിലും ഒന്നും അടിച്ചിട്ടില്ല. ആദ്യത്തെ കളിയിൽ മോഹൻ ബഗാനോട് കൊൽക്കത്തയിൽ 2 ഗോളും തോറ്റു. കൊച്ചിയിൽ മുംബൈ FC-യോട് 1 ഗോളും തോറ്റു. ഇപ്പോഴും 2 കളി കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോൾ വാങ്ങിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 1 ഗോളും അടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ലീഗിൽ വളരെ നേരത്തെയാണ് ഈ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കോച്ച് തയ്യാറായാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഇനിയും മുന്നോട്ട് ഒരുപാട് ദൂരം പോകാൻ കഴിയും. അത് വളരെയധികം നല്ല നിലയിൽ
നല്ല നിലയ്ക്ക് ഒരു അഭിമാനകരമായ രീതിയിൽ നിങ്ങൾ കളിക്കൂ. ആരാധകർക്കും കാണുന്നവർക്കും കളിക്കമ്പക്കാർക്കും ഒക്കെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു കളി നിങ്ങളിൽ നിന്നുണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? നിലവിൽ ഈ ISL കിരീട സാധ്യത ബ്ലാസ്റ്റേഴ്സിനുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലെ കളി വെച്ചിട്ട് ഒട്ടുമില്ല. ടേബിളിലെ ഏറ്റവും അവസാനമൊന്നും വന്ന് കിടക്കാതിരുന്നാൽ ഭാഗ്യം എന്നേ ഈ 2 കളിയിൽ നിന്ന് കണ്ടതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചാമ്പ്യൻഷിപ്പൊക്കെ പോട്ടെ, അതിൻ്റെ സെമി ഫൈനലോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതിനപ്പുറത്തേക്ക് ടേബിളിൽ അവസാനമായിട്ട് എത്താതെ ഇരിക്കട്ടെ എന്ന നിലയിലേക്ക് തോന്നുന്ന നിലയിൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയെ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നിട്ടാണ് ഇത്തവണ ISL തന്നെ നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് തന്നെ ക്ലബ്ബ് എന്നുള്ളതിലേക്ക് നിലനിൽക്കുന്നത്. ഇത് തിരിച്ചറിയുകയും ഇതിനനുസൃതമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുകയും വിദേശ കളിക്കാരും ഇന്ത്യൻ കളിക്കാരും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി കളികളെ സമീപിക്കുകയും അതിനനുസരിതമായ ഒരു ഗെയിം പ്ലാൻ ഡേവിഡ് കറ്റാല എന്ന സ്പാനിഷ് കോച്ച് ഉണ്ടാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ആ നിലയിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ആരാധകരുടെ ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല. എത്ര ആരാധകർ മുമ്പുണ്ടായിരുന്നു അത്ര തന്നെ ആരാധകർ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും ഈ ടീം അടുത്തൊരു കളിയിൽ ഒരു മെച്ചപ്പെട്ട കളി കളിച്ചാൽ കൂടുതൽ പ്രസരിപ്പോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ സന്തോഷത്തോടെ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ, അതാണ് മഞ്ഞപ്പട, അതാണ് ആ സ്റ്റേഡിയങ്ങളിൽ അലയടിക്കുന്ന മഞ്ഞക്കടൽ. അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് മെച്ചപ്പെട്ട മികച്ച കളി കളിക്കുകയും നിലവാരമുള്ള കളി കളിക്കുകയും ചെയ്യുക തന്നെ വേണം. അതിന് തീർച്ചയായിട്ടും പ്രാപ്തിയുള്ള ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് ഒട്ടും പ്രാപ്തിയില്ലാത്ത, ഒട്ടും പ്രതിഭയില്ലാത്ത കളിക്കാരൊന്നും അല്ല ഈ ടീമിലുള്ളത്. കെവിൻ യോക്ക് അടക്കമുള്ള എല്ലാ കളിക്കാരും മികച്ച കളി കാഴ്ചവെക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. ആ നിലയിലേക്ക് കളിയെ രൂപപ്പെടുത്താനും മെച്ചപ്പെടുത്താനും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയണം. ചാമ്പ്യന്മാരായില്ലെങ്കിലും അഭിമാനകരമായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു കളി തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് വരുന്ന മത്സരങ്ങളിൽ കാഴ്ചവെക്കണം. അതുതന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്.